മരിക്കാൻ പോവാണ്. അവൾക്ക് തന്നെ അറിയാം കർത്താവിനോട് പറഞ്ഞ് മരിക്കാൻ പോകുന്നത്. ആ സമയത്ത് അവൾക്ക് പെട്ടെന്ന് എന്നെ കാണിച്ചു കൊടുത്തിട്ട് കർത്താവ് അവൾ പറഞ്ഞിട്ട് എന്നെ അവളുടെ അടുക്കൽ വിളിച്ചു വരുന്നത്. ഞാൻ മണ്ണാട് അന്ന് താമസിക്കുന്നത്. മണ്ണാട് പള്ളിയുടെ വാതിക്കലാണ് ഞാൻ താമസിക്കുന്നത്. അന്ന് മണ്ണാട് പള്ളിയുടെ നേരെ വാതിക്കലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ വീട് മണ്ണാടാണ്. അപ്പോൾ എന്നെ വിളിപ്പിച്ച് ഞാനവിടെ ചെന്നു. അപ്പോൾ ബിജോങ്കളെ തന്നെ ബിജോങ്കളെ, ഞാനിനി അധികം നാളില്ല, ഇന്നതാണ് എൻ്റെ അസുഖം, ഇന്നതാണ് പ്രശ്നം, ഞാനത് പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ കുറച്ച് നാൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കുക, പ്രാർത്ഥിക്കുക, എനിക്ക് തരുന്നതല്ല എഴുതി വെക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി വെച്ചപ്പോൾ കർത്താവ് ഇങ്ങനെ ദൈവദാസന്മാരോട് പറയാനുള്ള രീതിയിലാണ് പറഞ്ഞത്. എൻ്റെ പേരൊന്നുമില്ല എങ്കിലും എന്നെ വിളിച്ച്, ഞാൻ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളായതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ആ മോളോട് ഒരു കാര്യം കർത്താവ് എന്നോട്, വിജു ബ്രദറെ, കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നു, ഈ ദിവസങ്ങൾ ആ സമയത്തുള്ളൊരു പ്രത്യേകത, പേര് കേട്ട ചില ദൈവദാസന്മാരുടെ ഫാമിലി ലൈഫ് തകരുന്നു. പേര് കേട്ട ദൈവദാസൻ, നമുക്കെല്ലാം അറിയാം, ചില ദൈവദാസന്മാരുടെ പേര് കേട്ട ദൈവദാസന്മാരുടെ ഫാമിലി ലൈഫ് തകരുന്നു. ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായി. സഭയ്ക്കകത്തും ഒക്കെ വളരെ ഇഷ്യൂസ് നടക്കുന്നൊരു കോമൺ ആയിട്ട് എല്ലായിടത്തും നടക്കുക. അങ്ങനെയൊക്കെ നടക്കുന്നൊരു സമയത്താണ് ഇവളി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്നെ വിളിച്ചു. ഒരു വാക്ക് കർത്താവ് എനിക്ക് തരുന്നു, ഈ സ്റ്റോറപ്പ് എന്നൊരു വാക്ക്. സ്റ്റോറപ്പ്, ബിജു അങ്കളെ സ്റ്റോറപ്പ് ചെയ്യാൻ കർത്താവ് എന്നോട് പറയുന്നു, ഇരുന്ന് പ്രാർത്ഥിക്കണം. ഞാനത് ഏറ്റെടുത്തു. ഞാനിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബാക്കിയൊക്കെ കാര്യം എന്നോട് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ എത്ര ദൈവവചനം പറഞ്ഞാലും ഒന്നും അങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല, കൊണ്ടിട്ട് തിരിഞ്ഞു വരുന്നത് പോലെ തോന്നും. ഇപ്പോൾ ആൾക്കാർക്ക് വേറെ എന്തിൻ്റെയൊക്കെയോ ഭൗതികമായ ചില കാര്യങ്ങളുടെ ഒക്കെ പുറകെയാണ് സഭ നടക്കുന്നത്. സഭയ്ക്കകത്ത് ലോകം ഒരുപാട് കയറി, സഭയ്ക്കകത്ത് വേണ്ടാത്തത് ഒത്തിരി കയറി. ഇതിനെതിരെ ആ കുഞ്ഞൊത്തിരി നൊന്നിട്ട് അവൾ പറയുന്നത്. കർത്താവ് അവളോട് പറഞ്ഞു, ചില ദൈവദാസന്മാരെ ഞാൻ വേർതിരിക്കും, അവരോട് നീ പറയണം സ്റ്റോറപ്പ് എന്ന വാക്ക്. ഇരുന്ന് നീ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കണം, നീ സ്റ്റോറപ്പ് ചെയ്തോണം. അത് കഴിയുമ്പം വചനത്തിന് ഇതിൻ്റെ ഈ മറയെല്ലാം പൊട്ടി, ഇതെല്ലാം അങ്ങോട്ട് പൊട്ടി ഒരു ഒഴുക്ക് വരും. വചനത്തിൻ്റെ ഒരു ദാഹം, എവിടുന്നോ ഇല്ലാത്ത ഒരു ദാഹം, വചനത്തിൻ്റെ ഒരു ദാഹം ആൾക്കാരിലേക്ക് വരും, ഒരു പ്രവേശം വരും. അന്നേരം ആൾക്കാർ പറന്ന് ഓടി എത്തുമ്പോൾ അവർക്ക് വിളമ്പി കൊടുക്കുവാൻ നീ ഇന്നിരുന്ന് സ്റ്റോറപ്പ് ചെയ്യണം എന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞു. ഞാനത് ഏറ്റെടുത്ത്. ആ കുട്ടി മരിച്ചും പോയി, അവൾ മരിച്ചുപോയി. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് ആ മോള് മരിച്ചുപോയി. ഞാൻ ഇന്നും അത് ഓർക്കും, ഇന്നും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. ഞാൻ ഇന്നും അത് ഓർക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുക, പ്രൈസ് ദി ലോർഡ്, ഈ വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു തലമുറയല്ല, വചനത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു തലമുറയല്ല. ഇന്ന് വചനം ശുശ്രൂഷിക്കുന്നവർക്ക് താല്പര്യമില്ല, വചനത്തിനോട് താല്പര്യമില്ല, ബൈബിൾ വായിക്കുന്നില്ല, താല്പര്യമില്ല. എന്നാൽ അങ്ങനെ ആർത്തിയോടെ വചനം വിഴുങ്ങാൻ ദാഹത്തോടെ ഓടിയെത്തുന്ന ഒരു കാലം വിദൂരമല്ല. ഉടനെ തന്നെ അങ്ങനെ ഒരു വിടുതൽ ലോകത്തിലുള്ള മുഴുവൻ ദൈവസഭയ്ക്കും നടക്കാൻ പോവുകയാണ്. അതിനകത്ത് നമ്മളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവവചനം നമ്മൾ വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക, അത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ കാരണം ദൈവവചനമാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്, ദൈവവചനമാണ് നമ്മളെ രക്ഷിച്ചത്, ദൈവവചനമാണ് നമ്മളെ നിത്യതയിൽ എത്തിച്ചേർക്കുന്നത്. ഹല്ലേലൂയ. ബാക്കിയെല്ലാം ഇവിടെ തന്നെ കിടക്കും. ദൈവവചനമാണ് നമ്മളെ നിത്യ